ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്ന് ഒരു സിമ്പിളായിട്ടൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ട സാധനങ്ങൾ അറിയാമല്ലോ, നിങ്ങൾക്ക് അവിയലിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, വെണ്ടയ്ക്ക, മത്തങ്ങ, പടവലങ്ങ, ഒരുക്ക, പൊട്ടറ്റോ, സവാള, പിന്നെ ചേന ഇന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേന എടുത്തിട്ടില്ല. പിന്നെ 2-3 പച്ചമുളക്, കൊച്ചുള്ളി, ഒരു തക്കാളി, ഇത്രയാണ് ഞാനിവിടെ പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കുന്നത്. ഇതെല്ലാം പെട്ടെന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനത് അരിയാൻ തുടങ്ങുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എത്രയും കനം കുറയ്ക്കുക അത്രയും കനം കുറച്ച് വേണം അവിയലിന് അരിയാൻ. പിന്നെ ഓരോ സ്ഥലത്ത് ആൾക്കാർ ഓരോ രീതിയിലായിരിക്കും, ഇച്ചിരി വീതി കൂട്ടി അരിയുമായിരിക്കും. ഞാനെപ്പോഴും അവിയലിന് ഞാനിപ്പോൾ അരിയുന്ന ആ ഒരു മെഷർമെൻറ്റിൽ എപ്പോഴും അരിയുന്നത് കേട്ടോ, കനം കുറച്ച്. അവിയൽ വെക്കുമ്പോൾ ഒന്നീ ചേന അല്ലെ ചേമ്പ്, ഈ 2 സാധനത്തിലേതായാലും ഒരു സാധനം മസ്റ്റായിട്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തും. അതാകുമ്പോൾ അവിയൽ വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല കുഴഞ്ഞിരിക്കും. ചിലർക്കാണെങ്കിൽ വെള്ളം കൂടിയ പരുവമായിരിക്കും അവിയലിന് ഇഷ്ടം. ഞാൻ എപ്പോഴും നല്ല രീതിയിൽ കുഴച്ച് വെന്ത് ഉടഞ്ഞ് നല്ലോണം കുഴച്ചാണ് അവിയൽ എടുക്കുന്നത്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ അരിഞ്ഞ് റെഡി ആയതിനു ശേഷം ഞാനിത് ചട്ടിക്കകത്താണ് ഇന്ന് അവിയൽ വെക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന മൺചട്ടിയിലോട്ട് ഞാൻ അവിയൽ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഉപ്പിട്ട് വെള്ളത്തിലാണെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്ന സ്പൂൺ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഒരു ചട്ടി കഷ്ണം ഉണ്ടല്ലോ, അതിന് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പച്ചക്കറി വെന്ത് വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അതിൽ നിന്ന് തന്നെ വെള്ളം ഓൾറെഡി ഊർന്നിറങ്ങും. അപ്പോൾ നമ്മുടെ കഷ്ണം ഏത് പരുവം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ, 1 സ്പൂൺ ജീരകം, വെളുത്തുള്ളി ഒരു 3 അല്ലിയും കൊച്ചുള്ളി ഒരു 3 അല്ലിയും നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ കഷ്ണം വെന്ത് വന്നപ്പോഴത്തേന് ഞാൻ 1 സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പുളിക്ക് വേണ്ടിയാണ് തൈര് ആഡ് ചെയ്യുന്നത്. തക്കാളി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിരുന്നത് ആഡ് ചെയ്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കാവുന്നതാണ്. ഈ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ അവിയൽ ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പും നോക്കിയതിന് ശേഷം നമ്മുടെ മീൻ താരമായ വെളിച്ചെണ്ണ, ഇച്ചിരി വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് തൂകി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മസ്റ്റായിട്ട് ചേർത്ത് വയ്ക്കണം അവിയൽ വെച്ചതിന് ശേഷം. അതാണ് മെയിൻ സാധനം. അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും കൂടെ മണം വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അന്നേരം തന്നെ നമുക്ക് ആ അവിയൽ, ചൂട് ചോറും ഒരിച്ചിരി മീൻചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ നമുക്ക് തോന്നും. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.